കോട്ടയം പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാലായിൽ നടന്നു. പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ പാലാ നിയോജകമണ്ഡലം തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലാ നിയോജകമണ്ഡലത്തിൽ നിന്നും UDFന്റെ ശക്തി കൊണ്ടാണ് തോമസ് ചാഴികാടന് ജയിക്കാൻ കഴിഞ്ഞതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് അദ്ദേഹം ചേരിമാറിയത്. ഇത്തവണ ലാളിത്യവും കഴിവുമുള്ള നേതാവായ ഫ്രാൻസിസ് ജോർജിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയോട് കൂറ് കാണിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയായിട്ട് എന്നും മുന്നോട്ട് പോകാൻ കഴിയത്തക്ക വിധത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വരേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇന്നിപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഇവിടെ ശ്രീ ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവർ അടിച്ചിനകത്ത് പോയി വീണിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിന് വേറെ ഉദാഹരണമൊന്നും പറയേണ്ടതില്ല. റബ്ബറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ മുമ്പിൽ ഒരു അക്ഷരം പറയാൻ ഇവർക്ക് ശക്തിയില്ല, നട്ടലില്ല എന്നുള്ളതിൻ്റെ തെളിവ് ഈ പാലായിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. പാലായിൽ ശ്രീ പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് കേരളത്തിലെ റബ്ബർ കർഷകരെ കുറിച്ചൊന്ന് പരാമർശിക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമത്തിൽ ഉണ്ടായ ദുരനുഭവം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് അങ്ങനെ ഒരു സംഭവമുണ്ടോ? ഒരു പാർട്ടി നേതാവ്, ഒരു ജനപ്രതിനിധി ഒരു സാമൂഹ്യമായ ഒരു ആവശ്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തെ ഇങ്ങനെ കരുണയില്ലാത്ത വിധത്തിൽ അത് പ്രതികരിക്കുന്നത് ശരിയാണ്. പക്ഷേ പിണറായി വിജയൻ പ്രതികരിച്ചത് അതാണ് എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയസമീപനങ്ങളിലെ പോരായ്മകൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശദീകരിച്ചു. ക്രമസമാധാന രംഗത്ത് സംസ്ഥാന സർക്കാർ അമ്പെ പരാജയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. യോഗത്തിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷനായിരുന്നു. പരാജയമായ ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. 30 തൊട്ട് കർപ്പൂരം വരെയുള്ള സകല സാധനങ്ങൾക്ക് വില കൂടി. റേഷൻ കടയിൽ റേഷൻ കിട്ടുന്നില്ല, പെൻഷനില്ല എന്ന് വേണ്ട സർവത്ര ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ഏറ്റവും പരാതി പറയുന്നത് കേന്ദ്രം തരുന്നില്ല. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ദിവസവും പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ഓർക്കണം, 2021, 22, 23, 24 പ്രതിപക്ഷ MLA-മാരുടെ നിയോജക മണ്ഡലങ്ങളിൽ പാലാ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 2 വർഷം 5 കോടി ബഡ്ജറ്റിൽ, ഈ വർഷം ഒരു 5 കോടിയും സ്റ്റേഡിയത്തിനൊരു 7 കോടി. അതേസമയം പൂഞ്ഞാറും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മണ്ഡലത്തിലും അത്രയും തന്നെ ഉള്ളൂ. കടുത്തുരുത്തിയിലും 8 കോടിയേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി നിയോജക മണ്ഡലങ്ങളിൽ പൂഞ്ഞാറ്, ചങ്ങനാശ്ശേരി പോലുള്ള നിയോജകമണ്ഡലങ്ങളിൽ 65 കോടി, 50 കോടി. പിന്നെ ഇവന്മാരോട് ഇത് കാണിച്ച് ചട്ടനെ പൊട്ടം ചോദിച്ചാൽ പൊട്ടനെ ദൈവം ചോദിക്കല്ലേ, അത് തന്നെയല്ലേ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് തന്നെ കിട്ടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മോൻസ് ജോസഫ് MLA, ജോസഫ് വാഴയ്ക്കൻ, അഡ്വക്കേറ്റ് ടോമി കല്ലാനി, വക്കച്ചൻ മറ്റത്തിൽ, അബു ജോൺ ജോസഫ്, സജി മഞ്ഞക്കടമ്പൻ, തോമസ് കല്ലാടൻ, N സുരേഷ്, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യങ്ങളെ കുറിച്ചൊക്കെ നേതാക്കന്മാർ നിങ്ങളോട് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ കടക്കേണ്ടതായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി പ്രധാനമന്ത്രി മോദിയുടെ ഭരണത്തിൽ ഈ രാജ്യത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയ ആശങ്കകളാണ് രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ളത്. രാഷ്ട്രീയ നിരീക്ഷകർ, മുൻകാല BJP നേതാക്കന്മാർ അതിലെടുത്തു പറയേണ്ടത് നിങ്ങളെല്ലാവരും പ്രസിദ്ധ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ അരുൺ ഷൂബി, വാജ്പേയി ഗവൺമെന്റിൽ അദ്ദേഹം മന്ത്രിയായി.